അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ 10-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം, അതായത് സിഹർ ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യം, അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് യഹൂദികൾ സിഹർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ ആ രണ്ടാളിൽ നിന്നും പഠിച്ചിരുന്നു. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും അതുകൊണ്ട് അവർ ഉപദ്രവം വരുത്തുന്നവരല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്, സിഹർ എന്ന് പറയുന്നത് അത് തീർത്തും ഉപദ്രവം വരുത്തുന്ന ഒരു വിജ്ഞാനം മാത്രമാണ്, ഉപദ്രവം മാത്രം നമുക്ക് നൽകുന്ന ഒരു വിജ്ഞാനം മാത്രമാണ് സിഹർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ ആ സിഹറിൽ മതപരമായോ ദുനിയവിയായോ യാതൊരു പ്രയോജനവും ലഭിക്കാത്ത കാര്യമാണ് ആ സിഹർ. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വ്യക്തമാക്കുന്നത്. വയതഅല്ലമൂന മാ യളുറുഹും വലാ യൻഫഉഹും. അവർക്ക് ഉപദ്രവം വരുത്തുകയും അവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാര്യം അവർ പഠിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ ദുനിയാവിൽ ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഉപകാരങ്ങൾ ആ പാപം ചെയ്യുന്ന മനുഷ്യന് ലഭിച്ചേക്കും. ഏതുപോലെ? കള്ളിലും ചൂതാട്ടത്തിലും ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും അതെല്ലാം ഒന്നുകിൽ മുഴുവനായും ഉപദ്രവം മാത്രം വരുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ അടങ്ങിയിട്ടുള്ള തിന്മ അത് നന്മയേക്കാൾ വലുതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ സഹോദരങ്ങളെ, സിഹർ എന്ന് പറയുന്നത് അതിൽ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഉപകാരം പോലും ഇല്ലാത്ത, മനുഷ്യന് തീർത്തും ഉപദ്രവം മാത്രം വരുത്തുന്ന തിന്മയായ പ്രവർത്തനമാണ് ഈ സിഹർ എന്നാണ് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, സിഹർ കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കാനില്ല, അത് ദോഷം മാത്രം വരുത്തുന്നതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രവൃത്തി അത് ശിക്ഷ നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്നതാണ് അതിൻ്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അവർ അവരുടെ പരലോകത്തിന് പകരം ഈ ദുനിയാവിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർ ഇഷ്ടപ്പെട്ടത് ഈ ദുനിയാവിലെ താല്പര്യങ്ങളാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്, അതിനെ ആർ വാങ്ങിയോ അവന് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല എന്ന്. വലബിഅസമാ ശറൗ ബിഹി അൻഫുസഹും. യാതൊന്നിനെ അവർ തങ്ങളുടെ സ്വന്തങ്ങളെ വിറ്റുവോ അത് വളരെ ചീത്ത തന്നെ. ലൗ കാനൂ യഅലമൂൻ. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. അതായത് അവർ ഈ ദുനിയാവിന് പകരമായി വിലക്ക് വാങ്ങിയ പരലോകത്തിലെ ശിക്ഷ അത് വളരെ മോശമായ അവസ്ഥയിലാണ് അവരെത്തിച്ചിട്ടുള്ളത്. മലക്കുകൾ ഈ സിഹർ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞതെന്താ സഹോദരങ്ങളെ? ഞങ്ങൾ വെറും ഒരു പരീക്ഷണമാണ്, നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ട് കുഫറിലേക്ക് പോകേണ്ടതില്ല എന്ന ഗൗരവമായ താക്കീത് മലക്കുകൾ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർ അറിയാതെ അപകടത്തിൽ എടുത്തു ചാടിയതല്ല, മറിച്ച് അവർ അറിഞ്ഞുകൊണ്ടും കൽപ്പിച്ചു കൂട്ടിയിട്ടുമാണ് അവർക്ക് ആ പരലോക വിജയം നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു ആപത്ത് അവർ വിലക്ക് വാങ്ങിയത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം, അതായത് നൈമിഷികമായ അവരുടെ താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം
അത് പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയമാണ് എന്ന് ആത്മാർത്ഥമായി അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നിട്ട് അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അത് ആ ആളുകൾക്ക് ഉത്തമമാകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അത്രമാത്രം അപകടം വിതക്കുന്ന സിഹറിന്റെ ഈ പ്രവർത്തനം അത് പിൻപറ്റിക്കൊണ്ട് പരലോക വിജയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം അവർ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നതനുസരിച്ച് ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവർ ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്നത് ആ ഒരു പ്രതിഫലം അത് വളരെ വലുതാകുമായിരുന്നു. എന്നാൽ അവർ തെരഞ്ഞെടുത്തതോ അത് കുഫറിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ വഴിയായിരുന്നു എന്നാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിന് ഒരു വിശദീകരണമായി ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് കൂടി ആവശ്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതിനനുസരിച്ചു കൊണ്ടുള്ള ഈമാനികമായ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.